ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടുക്കാച്ചി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടോക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പോണ സ്നാക്കിൻ്റെ പേര് ചിക്കൻ ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ചിക്കൻ മസാല ഫില്ലിംഗ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് സവാള വേണം. 2 വലിയ സവാള തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള സവാള, നല്ല ചെറുതായിട്ട് ഇങ്ങനെ കുത്തി അരിഞ്ഞിട്ടുള്ളതാണ്, കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സവാള ഫുള്ളായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളകൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് വഴറ്റിയിട്ടെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഉള്ളി പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ചെറുതായിട്ട് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയ സ്പൂണ് ജിഞ്ചർ പേസ്റ്റും ഒരു ചെറിയ സ്പൂൺ ഗാർലിക് പേസ്റ്റുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് പേസ്റ്റ് ആക്കി വെച്ചുള്ളതുകൊണ്ടാണ് പേസ്റ്റ് ചേർക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ആ ഒരു റോ സ്മെല്ലൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് ഷ്രെഡ് ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഇങ്ങനെ ഒന്നെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് കത്തി വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ ആക്കട്ടോ. അപ്പോഴാണ് നമ്മൾ ആ സ്നാക്ക് കഴിക്കുമ്പോൾ അങ്ങനെ ചെറിയ പീസ് ചിക്കനൊക്കെ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതല്ലെങ്കിൽ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും മതി. പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പിച്ചി കൊടുത്തിട്ടോ കട്ട് ചെയ്തിട്ടോ ഒക്കെ ആക്കുമ്പോഴാണ് കേട്ടോ. പിന്നെ ഞാനിതിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് കറിയൊക്കെ ആക്കിയതാണെന്നുണ്ടെങ്കിൽ അതിനൊരു 3-4 പീസ് എടുത്താലും മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ആ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. കുറേ മസാലപ്പൊടി ഒന്നും ചേർക്കേണ്ട. ഓൾറെഡി ചിക്കൻ വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് മഞ്ഞൾപ്പൊടി ഒന്നും ഇടണില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും പിന്നെ ഒരു ചെറിയ സ്പൂണ് പെപ്പർ പൗഡറും ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പെപ്പറാണെങ്കിലും മുളക് പൊടിയാണെങ്കിലും ഒക്കെ നമുക്ക് നമ്മളെ സ്പൈസ് ലെവൽ അനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാട്ടോ. ഞാനിപ്പോൾ പച്ചമുളകും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇതൊക്കെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് ആ മസാലൻ്റെ സ്മെല്ലൊക്കെ പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് മല്ലിൻ്റെ ഇല അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്ര മതി. ഇതാണ് നമ്മളെ ഈ ഒരു ചിക്കൻ ബോക്സിൻ്റെ ഫില്ലിങ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ മുരിഞ്ഞ് വരുന്ന പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഇനി നമുക്ക് മസാലയൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബോക്സ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ദോശ പോലെ പരത്തിയെടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 250 ml കപ്പിൽ 2 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ സെയിം കപ്പിൽ തന്നെ 2 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതാ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ദോശക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മുട്ട കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം ലൂസുള്ള ബാറ്ററാണ് കേട്ടോ. നമുക്ക് നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടി. അപ്പോൾ ആ നല്ല കനം കുറഞ്ഞ ദോശയായിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽക്കിപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം 2 കപ്പ് മൈദയാണ് ചേർത്തത്. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം അരച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറച്ചും കൂടിയൊക്കെ വെള്ളം ചേർത്തിട്ട് പാകത്തിനനുസരിച്ച് ലൂസാക്കിയാൽ മതി. ഇപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഇപ്പോൾ 2.5 കപ്പ് വെള്ളം ചേർത്തു കേട്ടോ. ഈ ഒരു പാകത്തിലാണ് കലക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 കുഞ്ഞു കയ്യിൽ 2 കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കനം കുറച്ച് വട്ടത്തിൽ പരത്തിയെടുക്കുക. ഇത് നമ്മളിങ്ങനെ പരത്തിയെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. കാരണം തീരെ കനം കുറഞ്ഞിട്ടല്ലേ ഉള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് വരും. പിന്നെ ഒരുപാട് നല്ലോണം വേവാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ മേൽഭാഗം ഇങ്ങനെ വെന്തിട്ട് കളർ ഇങ്ങനെ മാറുമ്പോൾ തന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു ഒട്ടൽ പോലെയൊക്കെ ഉണ്ടാവും. അത് കുഴപ്പമില്ല. നമ്മൾ തിരിച്ചിടുമ്പോൾ ആ സൈഡും കൂടി പെട്ടെന്ന് തന്നെ കുക്കാവുമല്ലോ. കണ്ട നമ്മളിങ്ങനെ തിരിച്ചിടുമ്പോൾ ആ ഒരു സ്പാച്ചിലുമ്പോൾ അതിങ്ങനെ ഒട്ടുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. അത് കുഴപ്പമില്ല.
ഇനി ഇത് തിരിച്ചിട്ട പാടന്നെ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. 1-2 ചെറിയ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ പാനിൽ തന്നെ ഇട്ടിട്ട് ആ ചൂടോട് കൂടി തന്നെയാണ് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് റോൾ ചെയ്യണത്. അപ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് ഇത് റോൾ ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ അതാണ് നല്ലോണം കുക്കാവോളം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കുക്കായ ഉടനെ തന്നെ തിരിച്ചിട്ടിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. അതിനുശേഷം 2 സൈഡിൽ നിന്നും ഇതുപോലെ ഇങ്ങനെ സെൻറ്ററിക്കൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം കുക്കായിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഒട്ടി നിൽക്കും. ഇനി ഇത് റോൾ ചെയ്യണം, നമുക്ക് ഈ പാനിലിട്ടിട്ട് റോൾ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് മാറ്റിയ പാടെ തന്നെ അടുത്ത ദോശക്കുള്ളത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വെന്ത് തുടങ്ങുന്ന ആ ഒരു ഗ്യാപ്പിൽ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ആദ്യം റെഡിയാക്കി വെച്ചത് റോൾ ചെയ്തെടുക്കണം. ചൂടുണ്ടാവും, കുഴപ്പമില്ല. ആ ചൂടോട് കൂടിയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ റോൾ ചെയ്തെടുത്താൽ എന്താണെന്നറിയോ, നമ്മളിതിങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് സൈഡിലൊന്നും ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ സാധാരണ എന്താ ചെയ്യുക, ഇങ്ങനെ ആക്കിയിട്ട് മൈദപ്പൊടിയൊക്കെ കലക്കിയിട്ട് ഒരു പശയാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കും അല്ലേ. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ചൂടോട് കൂടി തന്നെ പെട്ടെന്ന് അങ്ങോട്ട് റോൾ ചെയ്തെടുത്താൽ അപ്പം തന്നെ അതങ്ങനെ ഒട്ടി നിൽക്കും. അപ്പോൾ അടുത്തത് അപ്പോൾ തന്നെ കളർ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. വേഗം തിരിച്ചിട്ടിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ റോൾ ചെയ്യുക. നല്ല ഈസിയാണ് കേട്ടോ. അത് ഉണ്ടാക്കി തുടങ്ങിയാൽ എളുപ്പം ആവും. അപ്പോൾ ഞാനിതാ എല്ലാം ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ അളവിൽ നമ്മൾ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ, എല്ലാ ഇൻഗ്രീഡിയൻസും ഇതേ അളവിൽ തന്നെ എടുത്തിട്ട് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ അത്യാവശ്യം സൈസുള്ള 12 പീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ കേട്ടോ ചെയ്യുക. ഡീപ്പ് ഫ്രൈ ചെയ്യണ ഒരു ഐറ്റം അല്ല ഇത്. അപ്പോൾ അതിന് ചെറിയൊരു ബാറ്റർ വേണം. അപ്പോൾ അതിന് വേണ്ടി 2 ടീസ്പൂൺ മൈദപ്പൊടി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കിയിട്ട് കലക്കിയെടുക്കുക കേട്ടോ. ഇതൊക്കെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ലൂസിലാണ് നമുക്ക് കലക്കിയെടുക്കേണ്ടത്. ചെറിയൊരു ബാറ്റർ കുറച്ച് മതി. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും വേണം. ഞാനിപ്പോൾ 2 സ്ലൈസ് ബ്രെഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊന്ന് പൊടിച്ച് വെച്ചതാണ്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റോളിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ ആ റോളിൻ്റെ 2 സൈഡ് ഉണ്ടല്ലോ, ഈ 2 സൈഡ് മാത്രം ഈ മൈദ കലക്കി വെച്ചിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെ മാത്രം നമ്മൾ ആ ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്യുക. കണ്ട, ഫുള്ളായിട്ടല്ല, 2 സൈഡും മാത്രം കേട്ടോ. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കാം കേട്ടോ. നമ്മൾ ആ റോൾ ചെയ്ത് വെച്ചത് അങ്ങനെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് അതിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ട് കേട്ടോ. 2 സൈഡിൽ ഇങ്ങനെ മാത്രം ഒന്ന് ക്രിസ്പി ആയിട്ടും പിന്നെ അവിടെ അങ്ങനെ കാണാനും ഒരു ഭംഗിയുണ്ട് അങ്ങനെ ആക്കുമ്പോൾ. അപ്പോൾ ഒരു 3-4 എണ്ണം ഒരുമിച്ച് ആ പാനിൽ കൊള്ളുന്ന അത്രയും നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ മീൻ പൊരിക്കൂലേ, അതേപോലെ 2 സൈഡും ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബ്രൗൺ കളറാണ് രീതിയിൽ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. നമ്മൾ ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്യണില്ല. ഇപ്പോൾ നമ്മൾ നോമ്പൊക്കെ ആകുമ്പോൾ കുറേ പൊരിച്ച ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കൂലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നല്ലോണം ഓയിൽ നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ പറയുക, ഒരുപാട് ഓയിലൊന്നും നമുക്ക് വേസ്റ്റ് ആവില്ല. കുറഞ്ഞ ഓയിലിട്ടിട്ട് ഇതിങ്ങനെ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ആക്കണല്ലേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് കളർ ചേഞ്ച് ആകുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം സൈസ് ഉണ്ടെന്ന്. അപ്പോൾ 2 സൈഡ് മാത്രം പോരാ, മറ്റേ 2 സൈഡും കൂടി, അതായത് 4 സൈഡും ഏകദേശം നമ്മളിങ്ങനെ ഒന്ന് ചെരിച്ചും മറിച്ചും ഒക്കെ വെച്ച് കൊടുത്തിട്ട് 4 സൈഡും ഒന്നിങ്ങനെ മുരിച്ചെടുക്കണം കേട്ടോ. എണ്ണ കുടിക്കൊന്നുമില്ല, നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യലല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണ കുടിക്കൊന്നുമില്ല. പക്ഷേ പുറമേ നമുക്കിങ്ങനെ എണ്ണ ഉള്ള പോലെ തോന്നും. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉള്ളിൽക്കൊന്നും തുള്ളിയും ഓയിലൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ പാകത്തിന് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പാനിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ. കുറഞ്ഞ തീയിലിട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഒരു സെറ്റ് റെഡി ആയപ്പോൾ ബാക്കിയും കൂടിയും ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അധികം സമയമൊന്നും എടുക്കാതെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. പിന്നെ നമ്മൾക്ക് മാവ് കുഴക്കും പരത്തൊന്നും ചെയ്യേണ്ടാത്തതുകൊണ്ട് തന്നെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ ഉണ്ടാക്കിയാൽ ഒരാൾക്ക് ഒന്ന് തന്നെ മതിയാവും കേട്ടോ. അത്യാവശ്യം സൈസും ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. ഇതിലിനിയിപ്പോൾ ചിക്കന് പകരം നമുക്ക് ഫില്ലിങ്ങിൽ ബീഫ് വെച്ചിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് എന്തെങ്കിലും ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. ചീസോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചൊക്കെ ഫില്ലിങ് ചേഞ്ച് ആക്കി കൊടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്കിനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.